അടക്കം ഇറക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനം ടിവിക്കെതിരെ വലിയ രീതിയിലുള്ള ഗുണ്ടായിസ പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചിരുന്നു. ശാലിനി ചേരുകയാണ് തലസ്ഥാനത്ത് നിന്ന്. ശാലിനി, എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. ശാലിനി ചേരുകയാണ് തലസ്ഥാനത്ത് നിന്ന്. ശാലിനി, ഒരു മതത്തിൽ വിശ്വസിക്കാം എന്നുള്ളത് അവനുടെ മൗലികാവകാശമാണ്. ഒരു മതത്തിൽ വിശ്വസിക്കാം എന്നുള്ളത് അവനുടെ മൗലികാവകാശമാണ്. സർ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഒരബദ്ധം പറ്റിയതാ. അവനുടെ മൗലികാവകാശമാണ്. അതിനെ ഖനിച്ചുകൊണ്ടാണ് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അത്തരത്തിലുള്ള മത പരിവർത്തനമടക്കം ബിനു വാഴമുട്ടത്തിൽ നടത്തിയത്. ഇതൊരുമാതിരി അതർ സൈഡ് പരിപാടി. എന്താ മറ്റടുത്ത പരിപാടി? ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ഇനി എന്ത് ചെയ്യരുത്, നിങ്ങൾ ആരോടും പറയരുത്. ജനം ടി വി കഴിഞ്ഞ കുറെ നാളുകളായി ബിനു വാഴമുട്ടത്തിനെതിരെ നൽകിയിട്ടുള്ള വാർത്തകൾ, അത് മഞ്ഞ ഉപ്പുമാവിന് വേണ്ടി, മഞ്ഞ ഉപ്പുമാവ്, അതായത് അമേരിക്കയിൽ നിന്ന് വരുന്ന ചോളം ഉപ്പുമാവിന് വേണ്ടി മതപരിവർത്തനം ചെയ്ത ആളുകൾ, മതം മാറിയ ആളുകൾ കേരളത്തിലുണ്ട്. കഞ്ഞയ്ക്കും പയറിനും ആരെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ കോഴിക്കാല് കാണിച്ച് അവർ തിരിച്ചു വന്നോളും. വേറെ അടിയും വഴക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്റെയൊക്കെ നാട്ടിലുണ്ട്. എടാ, ഈ മഞ്ഞ ഉപ്പുമാവ് പോലും നിന്റെ പരിക്കാത്തില്ലാഞ്ഞിട്ടല്ലാടാ അവനത് തിന്നാൻ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകും. ഈ മഞ്ഞ ഉപ്പുമാവ് നീ കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ആ മഞ്ഞ ഉപ്പുമാവ് കൊടുക്കേണ്ട ഗതികേടുണ്ടായിരുന്നു. അതുപോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ നിന്റെ പിള്ളേര് പട്ടിണി കിടന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ആ മഞ്ഞ ഉപ്പാവ് തേടി അവർ വന്നെങ്കിൽ, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ഇനി എന്ത് ചെയ്യരുത്, നിങ്ങൾ ആരോടും പറയരുത്. നമ്മുടെ രാജ്യത്ത് മതം മാറാൻ, മതം സ്വീകരിക്കുവാൻ അവകാശമുണ്ട്. കഴിഞ്ഞ ദിവസം ജനം ടിവിയുടെ തന്നെ ചാനലിൽ ഞാനൊരു കമന്റ് ചെയ്തു. ആ കമന്റ് ധൈര്യത്തോടെ ചെയ്തതാണ്. കാരണം ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയാണ്, ഹിന്ദു മതത്തിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി തന്നെ കമന്റ് ചെയ്തു. ആ കമന്റിൽ ഒരു 400-ലധികം പേർ ലൈക്ക് ചെയ്തു. മാത്രമല്ല എന്റെ ഫേസ്ബുക്കിലും ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മതം മാറാൻ ആർട്ടിക്കിൾ 25 പ്രകാരവും ആർട്ടിക്കിൾ 25(1) പ്രകാരം മതം പ്രചരിപ്പിക്കുവാൻ അവകാശം തരുന്നു. എന്തേ? നമ്മൾ ഇന്ത്യൻ പൗരന്മാരല്ലേ, നമുക്കെന്തേ മതം പ്രചരിപ്പിച്ചുകൂടെ? നമുക്കെന്തേ മതം മാറിക്കൂടെ? ഞങ്ങളെ രാജ്യം തരുന്ന അവകാശങ്ങൾ ഞങ്ങൾക്ക് ലംഘിക്കപ്പെട്ടാൽ അത് ചോദിച്ചു വാങ്ങാനുള്ള ബുദ്ധിയും വിവേകവും ക്രൈസ്തവ സമൂഹമായി ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അത് ആയുധം കൊണ്ടല്ല, അത് പ്രാർത്ഥന കൊണ്ടും ഞങ്ങളുടേതായ പ്രതികരണം കൊണ്ടും ഞങ്ങൾ നേടിയെടുക്കുന്ന കാര്യം വാസ്തവമായ സത്യമാണ്. ഞങ്ങൾ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും മാറ്റുന്നു എന്ന് നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുപോയാൽ മതി. യൂസിഫസ് എന്ന് പറയുന്ന എക്യൂമെനിക്കൽ ഡിനോമിനേഷൻ സംഘടന കത്തോലിക്ക, പെന്തക്കോസ്റ്റ്, ഓർത്തഡോക്സ് സഭാംഗങ്ങൾ കൂടി വരുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന പുറത്തുവിട്ട കണക്കനുസരിച്ച് 2014 മുതൽ 2024 വരെ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കുന്നതിൽ 500% വർദ്ധിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. യൂസിഫസ് എന്ന് പറയുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന സംഘടന, ആ സംഘടന ഇന്ത്യയിലെ കണക്ക് പറഞ്ഞിരിക്കുന്നത് 2014 മുതൽ തുടങ്ങി ഇങ്ങോട്ട് 500%-ലധികം ക്രൈസ്തവരെ ആക്രമിക്കുന്നത് കൂടിയിരിക്കുന്നു എന്നാണ്. അതിനേക്കാൾ ഒരു ഭയങ്കര കാര്യം നിങ്ങൾ അറിയണം. ഞാൻ സെർച്ച് ചെയ്ത് പഠിച്ചപ്പോൾ മനസ്സിലായ കാര്യമാണ്. നോക്കണം, ഒരു ദിവസം കണക്കനുസരിച്ച് ക്രിസ്ത്യാനികളിൽ ഒരു ദിവസം 2-ൽ കൂടുതൽ ആൾക്കാർ വിശ്വാസത്തിന്റെ പേരിൽ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വിശ്വാസത്തിന്റെ പേരിൽ അവർ ആക്രമിക്കപ്പെടുന്നു. ഒരു ദിവസം 2-ൽ കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ ഇപ്പോൾ വിശ്വാസത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയാണ്. എന്നിട്ട് ചിലർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എവിടെ FIR? എവിടെ ക്രിസ്ത്യാനികളെ എങ്ങനെ പീഡിപ്പിക്കുന്ന FIR എവിടെ? അതിന്റെ പരിഹാരം, അതിന്റെ കാര്യം ഇങ്ങനെയാണ്: ഭയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നടക്കുന്ന അക്രമങ്ങളിൽ FIR ഇടാൻ പോലും ആൾക്കാർ തയ്യാറാകുന്നില്ല. അവർ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. FIR ഇടാത്തത് കൊണ്ട് ആ കണക്കുകൾ ഇപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിലില്ല എന്നാണ് അവർ കലിമളത്തി കാണിക്കുന്നത്. എന്നാൽ യൂസിഫസ് സംഘടന വളരെ വ്യക്തമായി പറയുന്നു, ഒരു ദിവസം 2-ൽ കൂടുതലധികം ക്രിസ്ത്യാനികൾ ഇന്ന് ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. പ്രിയ മക്കളെ, ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബലപ്രയോഗത്താലല്ല, സ്വമേധ മതം മാറുന്ന ഇന്ത്യൻ പൗരന്മാരെ പരിഹസിക്കുന്ന നടപടിയാണ് ഈ ജനം ടിവി സ്വീകരിച്ചിരിക്കുന്നത്.
ഗുണ്ടകളെ അടക്കം ഇറക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനം ടിവിക്കെതിരെ വലിയ രീതിയിലുള്ള ഗുണ്ടായിസ പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഇന്നലെ ഈ പ്രാർത്ഥനാ സംഗമം നടത്തിയ ഭാഗത്തും 10-ലധികം വരുന്ന ഗുണ്ടാ ടീമുകളെ ഇറക്കിയാണ് അവർ ഇവിടെ നടന്നു വരുന്നത്. നമ്മുടെ അവകാശങ്ങളെ ചോദിക്കുമ്പോൾ, നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നവരെയും പ്രതികരിക്കുന്നവരെയും ഗുണ്ടകളാക്കുക, ക്രിമിനലാക്കുക, അത്തരത്തിലുള്ള നിലപാടുകളാണ് ഈ കഴിഞ്ഞ ദിവസം വരെയും ജനം ടിവി എന്ന് പറയുന്ന ഒരു ചാനൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. രാജ്യത്തിന്റെ അവകാശങ്ങൾ എല്ലാ പൗരന്മാർക്കും എല്ലാവർക്കും തുല്യമായി വിധിച്ചു കൊടുക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയിൽ നമുക്ക് ക്രൈസ്തവ സമൂഹത്തിന് നമുക്ക് അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അത് ചോദിക്കുവാനും പ്രതികരിക്കുവാനുള്ള ശേഷി നമുക്കുണ്ട്. അങ്ങനെ ചെയ്യുന്നവരെ ഗുണ്ടകളാക്കുക, അങ്ങനെ ചെയ്യുന്നവരെ ക്രിമിനലാക്കുക, അത്തരത്തിലുള്ള നടപടിയാണ് ഈ കഴിഞ്ഞ ദിവസം വരെയും ജനം ടിവി സ്വീകരിച്ചു വരുന്നത്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ പ്രതിഷേധിക്കുകയല്ല, പ്രതികരിക്കും, പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ചരിത്രത്തിലുടനീളം എവിടെയെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ദൈവമക്കൾ 1-ാം നൂറ്റാണ്ടിൽ പ്രാർത്ഥിച്ചപ്പോൾ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, അവർ പ്രാർത്ഥിച്ച സ്ഥലം വിറച്ചു എന്നാണ്, അവർക്ക് മേൽ പരിശുദ്ധാത്മ വന്നു എന്നാണ്. എന്നിട്ട് അവർ ചെയ്തതെന്നറിയാമോ? അവർ യേശുവിനെ ശക്തിയോടെ വീണ്ടും പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഈ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഉടായ്പ പാസ്റ്റർമാരായിരുന്നു. ഉടായ്പ പാസ്റ്റർമാർ കേരളത്തിൽ ഇതേപോലെ തന്നെ ധാരാളം ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളുണ്ട്. കൃപാസനം, ആലപ്പുഴ ജില്ലയിലെ കലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൃപാസനം, ഡിവൈൻ ധ്യാന കേന്ദ്രം, ഇയാളുടെ ഈ ബിനു വാഴമുട്ടത്തിന്റെ കേന്ദ്രം തുടങ്ങിയവയുടെ ഒക്കെ പിന്നിലുള്ള സാമ്പത്തിക സ്രോതസ്സിനെ പറ്റി കൃത്യമായ അന്വേഷണം വേണം. എല്ലാം വിശ്വസിച്ചിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇന്ന് RSS ഇന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഖേദമുണ്ടെന്ന്. ഇത് മോഷണം നടത്തി കഴിഞ്ഞിട്ട് കള്ളൻ ഖേദം പ്രകടിപ്പിച്ചാൽ തീരും. അത് സ്വർണവും പണവും മോഷ്ടിച്ച, അമ്പലത്തിൽ സ്വർണവും പണവും മോഷ്ടിച്ച മോഷ്ടാക്കൾ തന്നെ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറയാൻ തീരുന്നതാണോ അത്? ഇത് വിശ്വാസത്തിനെതിരെയുള്ള കടന്നാക്രമണമല്ലേ? അയോധ്യയുടെ പേരിൽ ഈ നാട്ടിൽ 10-40 വർഷക്കാലമായിട്ട് അവർ നടത്തുന്ന പ്രചരണം എന്തായിരുന്നു? ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. ഈ വിശ്വാസത്തിനെതിരായിട്ടാണ് അവർ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത്. അയോധ്യയിൽ മാത്രമല്ല, ബദ്രീനാഥിൽ, കേദാർനാഥിൽ ഹിന്ദു സമൂഹം വിശ്വസിക്കുന്ന ഏറ്റവും മഹത്തരമായ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കാനായിട്ട് BJPയും സംഘപരിവാറും ഉപയോഗിക്കുകയാണ്. അവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കാനും ജനങ്ങളെ വിഭജിക്കാനും വേണ്ടി മാത്രമാണ്, അല്ല ദൈവത്തോടുള്ള വിശ്വാസം കൊണ്ടല്ല. ജനം ടിവിക്കെതിരെ ജയ് മസി കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെയ്യാറ്റിൻകരയിൽ നടത്തിയ പ്രാർത്ഥനാ സംഗമം സമ്പൂർണ്ണ പരാജയം. 500-ലധികം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും 30 പേർ പോലും എത്തിയിരുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ 30-ൽ താഴെ ആളുകൾ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. കാരണം അപ്പോൾ തന്നെ അവകാശവാദം പൊളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ജനം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്, ജനം ടിവിയുടെ പ്രേക്ഷകർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. கொஞ்சம் அங்கே பாரு கண்ணா. എന്തായാലും ജനം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്, ജനം ടിവിയുടെ പ്രേക്ഷകർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി ജനം ടിവി ബിനു വാഴമുട്ടത്തിനെതിരെ നൽകുന്ന വാർത്തകൾ അത് വിശ്വാസ സമൂഹവും ഏറ്റെടുക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ജയ് മസി കമ്മ്യൂണിറ്റി വിളിച്ചുകൂട്ടിയ ആ ഒരു പരിപാടിയിൽ 500-ലധികം വിശ്വാസികൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞ പരിപാടിയിൽ 30-ൽ താഴെ ആളുകളെ മാത്രമേ പങ്കെടുപ്പിക്കാൻ കഴിയുള്ളൂ. അതിലേറിയ പങ്കും ഈ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഉടായ്പ പാസ്റ്റർമാരായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ജനം ടിവിയുടെ പ്രേക്ഷകർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ കൂടി വന്നിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പോസ്റ്ററുകളിലും വീഡിയോകളിലും ബാനറുകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ജനം ടിവിയുടെ ക്രൈസ്തവ വേട്ടക്കെതിരെയും സംഘപരിവാറിനെ ഭാരതമാക്കാനുള്ള സഭാവിരുദ്ധ പീഡനത്തിനെതിരെ പ്രതിഷേധിക്കാനല്ല, പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥന ഒരു പ്രതിഷേധമല്ല, പ്രാർത്ഥന ഒരു ആശ്രയമാണ്.
നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ഒരു പീഡനമുണ്ടാകുമ്പോൾ, നിങ്ങൾക്കൊരു പ്രതികൂലമുണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, സംഘപരിവാർ സ്ഥാപിതമായത് 1925 സെപ്റ്റംബർ 21-നാണ്. കാരണം, ഞാൻ എങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. സംഘപരിവാർ എന്ന് പറഞ്ഞാൽ RSSന്റെ ഒരു കൂട്ടായ്മയാണ്. എന്നാൽ നമ്മൊരു കാര്യം ഓർക്കണം, പരിശുദ്ധാത്മാവ് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ, ദൈവമക്കളുടെ ഇടയിൽ ഇറങ്ങി വന്നത് 1-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ ഇന്ന് നമ്മൾ രാജ്യം ഭരിക്കുന്ന പാർട്ടി 1980-ൽ, ഏകദേശം 1980-ലാണ് ആ പാർട്ടി രൂപീകരിച്ചത്. എന്നാൽ അതിനും 1900 വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് സ്ഥാപിച്ചതാണ് കർത്താവിന്റെ സഭ. കരങ്ങൾ കൊടുത്തേ ഹല്ലേലൂയ പറയാം. നമ്മൾ ചരിത്രം ഓർക്കണം. ആ ചരിത്രം മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവ് ആ സഭ സ്ഥാപിച്ചത് അവന്റെ ശരീരവും രക്തവും സ്നേഹവും കൊടുത്താണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർക്കണം, തന്റെ സ്നേഹം കൊടുത്ത്, തന്റെ ശരീരം കൊടുത്ത്, തന്റെ രക്തം കൊടുത്ത് ആ സ്ഥാപിച്ച സഭയ 1-ാം നൂറ്റാണ്ട് മുതൽ എതിർക്കുന്നവർ ചെറിയവരല്ല. ആരൊക്കെയാണ്? യഹൂദന്മാർ, റോമാ ചക്രവർത്തിമാർ, ഡെഷീഷ്യസ്, ഡയോക്ലഷ്യൻ ഏറ്റവും വലിയ മതപീഡനം നടത്തിയ ഒരാളാണ്. ഇസ്ലാം അധിനിവേശങ്ങൾ, മംഗോൾ അധിനിവേശങ്ങൾ, രാഷ്ട്രീയ ഭരണകൂടങ്ങൾ, അതിന്റെ എല്ലാം തുടർച്ചയാണ് ഈ കഴിഞ്ഞ 100 വർഷത്തിലിടയിൽ വന്ന രാഷ്ട്രീയ പാർട്ടികൾ. എന്നാൽ ചരിത്രം എന്താണ് നമ്മോട് പറയുന്നത്? ചരിത്രം നമ്മോട് പറയുന്നത്, ഒന്നുകിൽ നിങ്ങൾ ദൈവത്താൽ പിടിക്കപ്പെടും, ഹല്ലേലൂയ, അല്ല എങ്കിൽ ദൈവം നിങ്ങളെ വിധിക്കും. ഈ 2 കാര്യമേ ചരിത്രത്തിൽ നടന്നിട്ടുള്ളൂ. ഒന്നുകിൽ ദൈവം നിങ്ങളെ തൊടും, അല്ല എങ്കിൽ ദൈവം നിങ്ങളെ വിധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആയുധം പ്രാർത്ഥന മാത്രമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് പ്രതിഷേധിക്കാൻ പോകുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രതിഷേധിക്കാൻ വന്നവരല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ കഷ്ടതയിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ വന്നവരാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ വന്നവരാണ്. പ്രാർത്ഥന നമ്മുടെ ഒരു ആയുധമാണ് എന്ന കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണെന്നുള്ള കാര്യം ഒരു കൂട്ടം ആൾക്കാർ മറന്നുപോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ രാജ്യം തരുന്ന നമ്മുടെ അവകാശങ്ങൾ ക്രിസ്തീയ സമൂഹത്തിന് ഹനിക്കപ്പെട്ടാൽ, ശ്രദ്ധിച്ച് കേൾക്കണം, ക്രിസ്തീയ സമൂഹത്തിന് ഹനിക്കപ്പെട്ടാൽ ആ കാര്യങ്ങൾ ചോദിക്കാനുള്ള ബുദ്ധിയും വിവേകവും ജ്ഞാനവുമുള്ളവരാണ് ക്രിസ്ത്യാനികൾ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മൾ രാജ്യം തരുന്ന അവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാരായ നമുക്ക് ഹനിക്കപ്പെട്ടാൽ അത് ചോദിച്ചു വാങ്ങിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും വിവേകവും ഉള്ളവരാണ് ക്രിസ്ത്യാനികളെന്ന് നമ്മൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, എന്നാൽ ഇവിടെ നടന്നു വരുന്നത് എന്താണ്? പിന്നീട് നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുക. എന്താണ് ഒരു TV മാധ്യമത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്? ടിവിയുടെ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന്റെ ധർമ്മം എന്താണ്? ഒരു മാധ്യമത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് പൊതു താല്പര്യവും നിഷ്പക്ഷതയും സ്വകാര്യതയും ഉത്തരവാദിത്വവും ഒക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ജനം TV നടത്തുന്നത് അതിന്റെ നഗ്നമായ ലംഘനമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ജനം ടിവിയുമായി ബന്ധത്തിൽ നിങ്ങൾ മാധ്യമ ധർമ്മം നിർവഹിക്കുമ്പോൾ സ്വകാര്യതയും നിഷ്പക്ഷതയും സത്യസന്ധതയുമാണ് നിങ്ങൾ പാലിക്കണമെന്ന് TV മാധ്യമത്തിന്റെ അടിസ്ഥാനം എങ്കിൽ നിങ്ങളോട് ഞങ്ങൾ പറയുന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് ക്രിസ്തീയ സഹോദരന്മാർക്കും ബാധകമാണ്. അത്തരത്തിൽ തന്നെയാണ് ഞങ്ങളോടും നിങ്ങൾ പെരുമാറേണ്ടെന്ന കാര്യം നിങ്ങൾ ഓർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ഭരണകർത്താക്കൾ ഇവിടെയുണ്ട്, ഞങ്ങളെ കേരളം ഭരിക്കുന്ന ഭരണാധികൾ ഇവിടെയുണ്ട്, അവരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ക്രിസ്ത്യൻ പൗരന്മാരായ ഞങ്ങൾക്ക്
ഞങ്ങളുടെ സമാധാനത്തോടെ കർത്താവിനെ ആരാധിക്കാനും കർത്താവിനെ വിശ്വസിക്കുവാനും കർത്താവിനെ പ്രസംഗിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ വിശ്വസിച്ച് നിയമപ്രകാരം നിർബന്ധത്തിലല്ലാതെ എനിക്ക് യേശുവിനെ വേണമെന്ന് പറയുന്ന വ്യക്തിയെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിനെ ചേർക്കുവാനുള്ള ഇന്ത്യൻ ഭരണ പറയുന്ന അവകാശം ഞങ്ങൾക്കും തരണമെന്ന് ഞങ്ങൾ ആ രീതിയിൽ ഭരണകർത്താക്കൾ അപേക്ഷിക്കുകയും ഈ പ്രോഗ്രാം നടത്തുന്ന പ്രിയ സഹോദരന്മാരോടുള്ള നന്ദിയും എല്ലാ പാസ് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം.